മഴതൊരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രേവതിക്കുട്ടി രാവിലെ തന്നെ റെഡി ആയിട്ട് ആന്റിയുടെയും അതുപോലെ തന്നെ അങ്കിളിന്റെ റൂമിന്റെ കഥകിന് ചെന്ന് മുട്ടുന്നുണ്ട്. ആന്റി, അങ്കിൾ റെഡി ആയില്ല ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ ദാ ഇപ്പൊ വരാടി എന്ന് ആന്റി പറയുന്നുണ്ട്. ഒരുക്കൊക്കെ നിർത്തിയിട്ട് പെട്ടെന്നൊന്ന് ഇറങ്ങി വന്നേ, നമ്മള് കല്യാണത്തിനൊന്നും അല്ല കേട്ടോ പോകുന്നത്. ആന്റി അങ്കിളും റെഡി ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ആരോ ട്രൈ ചെയ്യണേ. ആരെയാ നീ ഫോണിൽ ട്രൈ ചെയ്യുന്നതെന്ന് ആന്റി ചോദിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ അങ്കിളിനെയാണ്. സാറ് ഫോൺ എടുക്കുന്നില്ല. മുത്തശ്ശിയും ട്രൈ ചെയ്ത് നോക്കി, രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ഒരു സന്തോഷ വാർത്ത അറിയിക്കാന്ന് വെച്ചപ്പോ ഞാന് ഹയർ സ്റ്റഡീസിന് പോവാ എന്നുള്ളത് ചേച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആദ്യം അതിന് അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടില്ലേ? +2 കഴിഞ്ഞിട്ട് 1 ഇയർ ആയില്ലേ? അത് മാത്രമല്ല കോഴ്സൊക്കെ തുടങ്ങിയിട്ട് സമയവുമായി. അവിടെ ചെന്നാലേ അറിയുള്ളൂ അഡ്മിഷൻ കിട്ടുമോ അതോ വെയിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ. ആന്റി ചുമ്മാ നെഗറ്റീവ് അടിക്കാതെ, അങ്കിളല്ലേ പറഞ്ഞത് ഏതോ ജേക്കബ് സാറിനൊക്കെ വിളിച്ച് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി എന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാണ് എന്നും, പക്ഷെ ഗ്രേസ് അമ്മേ ഇവളെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിത്തുള്ളി ചെന്നിട്ട് അവസാനം നാണം കെട്ട് പോയാലോ? ഇവൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള യോഗ്യതയുണ്ടോ, ഇനി +2ന് തോറ്റ് തുന്നം പാടിയിരിക്കുകയാണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ലല്ലോ. അത് ശരിയാണല്ലോ എന്ന് മാമച്ചനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗ്രേസിയും പറയുന്നുണ്ടേ. ആഹാ, അത് കൊള്ളാലോ. ഞാനേ നല്ല ഒന്നാം തരം സ്റ്റുഡന്റ് ആയിരുന്നു. എല്ലാ വിഷയത്തിലും തനിക്ക് A+ ആണ് കിട്ടിയത്. ഇതിനൊന്നും തെളിവില്ലല്ലോ എന്ന് മാമച്ചൻ ചോദിക്കുമ്പോ ആരാ പറഞ്ഞത് തെളിവില്ല എന്ന്? ഇതാ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിന്റെ ഫയൽ കാണിച്ചിട്ട് ഇതൊന്നും ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല, സ്വന്തമായിട്ട് പഠിച്ച് അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാണ്. ആന്റി അന്ന് സ്നേഹതീരത്ത് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വലിയ കാര്യത്തിൽ പരിശോധിച്ചായിരുന്നല്ലോ. അന്ന് വലിയ കാര്യത്തിൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫയൽ മേടിച്ച് നോക്കുകയും എന്ത് ജാടയായിരുന്നു അന്ന്. എന്താ കണ്ണില്ലായിരുന്നോ? അയ്യോ മാമച്ചായ, അന്ന് ഞാൻ കണ്ണട എടുത്തില്ലായിരുന്നു എന്ന് രേവതി കുട്ടി കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ പിന്നെ കണ്ണട എടുത്തില്ലായിരുന്നു മാമച്ചായ, ചുമ്മാ രണ്ടുപേരും കൂടി ചേർന്ന് ദേഷ്യം പിടിപ്പിക്കുകയല്ലേ. ഇനി എന്തായാലും കണ്ണ് കാണാത്തവര് തന്റെ മാർക്ക് ലിസ്റ്റ് നോക്കണ്ട എന്ന്. തന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കോളേജിലെ അഡ്മിഷന്റെ ആൾക്കാർ ഇനി നോക്കിക്കോളും, എന്നിട്ട് അവർ എഴുതി തരും അഡ്മിഷൻ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് മാമച്ചന്റെ വാച്ച് നോക്കിയിട്ട് ഇതേ സമയം പോയി കോളേജ് അടിച്ചു പോകും, രണ്ടുപേരും വന്നേന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ് രേവതി കുട്ടി. അത് കഴിഞ്ഞ് അവര് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പലിന്റെ റൂമിൽ എത്തുന്നതാണ് കാണിക്കുന്നത്. അവിടുന്ന് എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട്. ജേക്കബ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ എല്ലായിരുന്നു മിലിറ്ററിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രിൻസിപ്പൽ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുകയാണ്. രേവതി കുട്ടിയെ നോക്കിയിട്ട് ഈ കുട്ടിക്കാണോ അഡ്മിഷന്റെ കാര്യം നോക്കുന്നത് ചോദിക്കുമ്പോൾ ഗ്രേസി പറയുന്നുണ്ട്, അതെ ഇവൾക്ക് തന്നെയാണ്. പാതി വഴിയിൽ പഠനം നിർത്തിയതാണ്. അവൾക്ക് വീണ്ടും പഠിക്കണമെന്നൊരാഗ്രഹം. എത്ര നാളായി ബ്രേക്ക് ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ 1 ഇയർ ആയതേ ഉള്ളൂ. +2ന്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുവാണേ. പ്രിൻസിപ്പൾ അതെല്ലാം നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്, ഈ സമയത്ത് സാധാരണ അഡ്മിഷൻ കൊടുക്കാറില്ല. കോളേജ് ട്രാൻസ്ഫർ ആണെങ്കിൽ പോലും ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട് അതിന്. അത് കേൾക്കുമ്പോൾ രേവതി കുട്ടിക്ക് വിഷമാവുന്നുണ്ട്. പക്ഷെ മാമച്ചൻ പറയുന്നുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നാ പോരെയെന്ന്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ജേക്കബ് സാർ പറഞ്ഞതല്ലേ. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, ലാസ്റ്റ് വീക്ക് സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമ്മും അതുപോലെ സെക്കൻഡ് സെമ്മും ഒരുമിച്ച് എഴുതേണ്ടി വരും. ഫസ്റ്റ് സെം ആബ്സെന്റ് ആയിട്ട് കാണിച്ചിട്ട് ആരിയേഴ്സ് പോലെ തിരിച്ച് എഴുതിയെടുക്കണം. നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി സംസാരിക്കും. ഞങ്ങൾ ഓട്ടോണമസ് കോളേജ് അല്ലാത്തത് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിന്റെ പെർമിഷൻ എടുക്കണം നിങ്ങൾ നേരിട്ട് പോയിട്ട്. ഞങ്ങൾ NOC തരാം. സർട്ടിഫിക്കറ്റിൽ ലോക്കൽ ഗാർഡിയനായിട്ട് ബ്രിജിറ്റ് തോമസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോ ഞങ്ങളാണ് ലീഗൽ ഗാർഡിയൻസ്. അതിന്റെ പേപ്പേഴ്സും കൂടി ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ മുന്നോട്ടുള്ള ഗ്രീൻ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ 2 പേപ്പേഴ്സ് ഒരുമിച്ച് ക്ലിയർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ഓക്കെ ആണെന്ന് പറയാണ്. ആ കോൺഫിഡൻസ് ഇവൾക്ക് ഉണ്ട് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചു എന്നുള്ള കാര്യം മാമച്ചൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള കാര്യം പ്രിൻസിപ്പൾ പറയുന്നത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേസിക്കും മാമച്ചനും. തുടർന്ന് ബാലചന്ദ്രനും അലീനയും അതുപോലെ തന്നെ കൃഷ്ണമോളും കൂടി ചേർന്ന് ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. അലീന കാറിന്ന് ഇറങ്ങിയത് കണ്ട ഉടനെ തന്നെ ബബിതയാണെങ്കിൽ വേഗം ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ് അമ്മയുടെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി. വണ്ടി വന്ന് സൗണ്ട് കേട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈജയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛനാണ് വന്നതെന്ന്. ഓടിപ്പടച്ച് ചെല്ലുമ്പോഴേക്കും അവളും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ബബിത പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണേ വൈജി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പോകുന്നത് കാണുമ്പോഴേക്കും ബബിത പിടിച്ചു വെക്കുകയാണെ. അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോണ്ട, ഇല്ല ചൂലെടുത്ത് ഞാൻ അവളെ ഇവിടുന്ന് അടിച്ചിറക്കും. അങ്ങനെ അടിച്ചിറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ നോക്കി നിൽക്കുന്നതാണോ അമ്മ വിചാരിക്കുന്നത്? വെറുതെ അമ്മ അടി കൊള്ളേണ്ടി വരും. എന്നെ തല്ലി കൊന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല. അമ്മ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, ആവശ്യമില്ലാതെ വെറുതെ തല്ലു കൊള്ളാൻ വേണ്ടി നിൽക്കണോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണേ. അതേസമയം പുറത്ത് കൃഷ്ണമോളും അതുപോലെ തന്നെ അലീനയും കൂടി ചേർന്ന് ലഗേജ് ഒക്കെ എടുക്കുന്നുണ്ട്. അലീന കൃഷ്ണയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ ഡ്രസ്സ് ഇട്ടതിന് ഇനി നിനക്ക് വഴക്ക് കേൾക്കേണ്ടി വരുമോ എന്ന്. പറയട്ടെ, പക്ഷെ എന്തായാലും ഈ ഡ്രസ്സ് ഞാൻ ചേച്ചിക്ക് തിരിച്ചു തരില്ല കേട്ടോ. ശരിയെന്ന് അലീന പറയാണ്. ആദ്യം ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടി ചേർന്ന്
ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അലീന അവിടെ ചെന്ന് നിൽക്കുന്നത്. രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ വൈജിക്ക് അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, നീ നിന്റെ അഹങ്കാരം കൊണ്ട് ഇറക്കി വിട്ടതാണ് അലീനയെ. അവളെ ഞാൻ തിരികെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. നല്ല മനസ്സോടെ മകളെ പോലെ സ്നേഹിച്ച നിനക്ക് നല്ലത്. അതല്ലാതെ ഇനിയും എതിർക്കാനാണ് ഗുസ്തി പിടിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ ജീവിതം മഹാദുരിതം. അത് കേട്ടിട്ട് ഉറഞ്ഞു തുള്ളുന്നത് പോലെയാണ് വൈജ തിരിച്ചു മറുപടി നൽകുന്നത്. എനിക്ക് ആ ജീവിതം മതി, സൗഖ്യം വേണ്ട. എന്നാ ഇത് കേട്ട ബാലചന്ദ്രൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. നിന്റെ മനസ്സ് പോലെ തന്നെ ആ ജീവിതം നിനക്ക് ഉടനെ കിട്ടട്ടെ. ഞാനും ഇവളും ഒരു വീട്ടിൽ വേണോ, അതോ ഞാൻ മാത്രം അവിടെ മതിയോ എന്നുള്ള കാര്യം ഞാൻ എന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഞാനങ്ങനെ ആരും ഇല്ലാത്തവളൊന്നുമല്ല. നീ എന്തായാലും ഒന്ന് ആലോചിക്ക്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അലീനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് അലീന വാ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവരങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം കൃഷ്ണമോള് അമ്മയ്ക്ക് അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, അമ്മ തോറ്റു, അച്ഛനോട് ഇനി മത്സരിക്കാൻ വേണ്ടി നിൽക്കണ്ട, അമ്മ പടുകുഴിയിൽ വീഴും. ബാലചന്ദ്രൻ അലീനയും വിളിച്ചിട്ട് നേരെ മുകളിലേക്കല്ല കേട്ടോ, മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. ബാലചന്ദ്രനെ മാത്രം കാണുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പുറകെ അലീന വരുന്നത് കാണുമ്പോഴേക്കും മുഖഭാവം മാറുന്നുണ്ട്. മുത്തശ്ശിയുടെ നോട്ടം കാണുമ്പോൾ കണ്ണുപിടിച്ച് നോക്കണ്ട എന്നും ഇവിടെ ആദ്യം നിന്നിരുന്ന അലീന തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റൊന്നും വന്നിട്ടില്ല. ഇത് കേട്ട മുത്തശ്ശി, എനിക്കെന്താ അറിയില്ല അലീനയെ കണ്ട ബാല, പിന്നെ നീ എന്താ അങ്ങനെ പറയുന്നത്? എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അറിയാവുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം അമ്മയും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രന്റെ വീടാണ്, അല്ലാതെ കൈതക്കൽ മാളിക വീടല്ല. അത് എനിക്കറിയാമെന്ന് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ചിലരൊക്കെ അത് മറന്നു പോകുന്നുണ്ട്. നിങ്ങളെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ ഇവിടുന്ന് ഫലമായിട്ട് പിടിച്ചിറക്കി വിട്ടതാണ്. ഞാൻ ഈ കട്ടിലൊന്നും എഴുന്നേറ്റിട്ടില്ല. ഇവിടെ ഇറക്കിവിടാൻ വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാവരും അതിൽ പങ്കാളികളാണ്. അത് പോട്ടെ, എന്തായാലും ഞാൻ ഇവിടെ പുറകെ പോയിട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് നന്നായെന്ന് ഞാൻ പറയുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് എന്നോടല്ല പറയേണ്ടത്, നിങ്ങളുടെ മകളോടും കൂടിയാണ്. അവളുടെ തെറ്റ് തിരുത്തിയിട്ട് മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവൾക്കും നല്ലത്. ഇല്ലെങ്കിൽ അമ്മയും മകളും കൊല്ലപ്പള്ളിയിലേക്ക് ഓടേണ്ടി വരും. ഞാൻ അവളോട് പറയാ എന്ന് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ സിംഗപ്പൂരിലും നീലഗിരിയിലും ഒക്കെയുള്ള അവളുടെ ആങ്ങളമാരെയും കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം, ബാലചന്ദ്രന്റെ കുടുംബത്തിൽ കയറി കളിക്കരുതെന്ന്. ബാലേന്ദ്രൻ ഒരിക്കലും അവന്റെ ഒന്നും കുടുംബം കലക്കാനോ നന്നാക്കാനോ പോയിട്ടില്ല. ഒരുത്തൻ ഈ ഇടയ്ക്ക് വന്നിട്ട് പോയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, ബാല നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ജനിച്ചപ്പോ മുതല് കാണുന്നതല്ലേ ഞാൻ നിന്നെ. കൈതക്കൽ വീട്ടിന്റെ പുറകിൽ വെച്ചിട്ട് നിനക്ക് എത്ര തവണ ഭക്ഷണം ഞാൻ വാരി തന്നിട്ടുണ്ടടാ. എല്ലാം ബാലേന്ദ്രൻ ഓർമ്മയുണ്ട്. തന്നതും തിന്നതും അണ്ണാക്കിലേക്ക് വെച്ച് തന്നതും എല്ലാം. നിങ്ങളെ നിങ്ങളുടെ മകനും മരുമകളും കൂടി ചേർന്ന് നോക്കുന്ന രീതി കണ്ടിട്ട് ഞാനാണ് വൈജയെ വിളിച്ചിട്ട് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. അവര് ജീവനോടെ കിടന്നോട്ടെ എന്ന്. ഒന്നിനും ഒരു കുറവും എത്തിയിട്ടില്ലല്ലോ ബാലേന്ദ്രൻ. ഇല്ല എന്ന് അമ്മ പറയുമ്പോ മകൾക്ക് അമ്മയെ രക്ഷിച്ചവളോട് വെറുപ്പും വിരോധവും കാര്യം എന്താ, ഭംഗി ഇച്ചിരി കൂടിപ്പോയി. അവള് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവളായിപ്പോയി. അവള് ഇവിടുത്തെ ഓരോ കുടുംബാംഗത്തെയും സ്നേഹിക്കുന്നവളായിപ്പോയി. അതെല്ലാം വലിയ കുറ്റങ്ങളായിപ്പോയി എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം പുറത്ത് രോഹി ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. കൃഷ്ണമോള് അവിടെ നിൽക്കുന്നത് കാണുമ്പോ കൃഷ്ണമോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇങ്ങനെ അടിമുടി നോക്കുവാണ്. തുടർന്ന് വീണ്ടും ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. നിന്റെ ബാഗും സാധനങ്ങളൊക്കെ സൗകര്യം പോലെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുവെക്കെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങുവാണ് ബാലേന്ദ്രൻ. പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ വേലക്കാരിയും കൂലിക്കാരിയും ഒന്നുമല്ല, ബാലേന്ദ്രന്റെ മകളാണ്. ഞാന് ഇവളെ അങ്ങ് ദത്തെടുത്തു, ഇനി അങ്ങനെ കാണാവൂ. അത് കേട്ട് മുത്തശ്ശിക്ക് ആദ്യം ഒരു ഷോക്കാണെന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയും ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിൽക്കുവാണേ. നേരെ ഹോളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ബബിത ഇങ്ങോട്ട് അടുത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട്. മടിച്ച് ബബിത അരികിലേക്ക് എത്തുവാണ്. അതേസമയം രോഹിത് വേലയ്ക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നിൽക്കടാ എന്ന് പറയണേ ബാലേന്ദ്രൻ. രണ്ടുപേരും ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ വീട് ആരുടെ പേരിലാണുള്ളത്? അച്ഛന്റെ. ഈ വീടിന്റെ കുടുംബനാഥൻ ആരാണ്? അച്ഛൻ. ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാ? അച്ഛനാന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫീസ്, മെഡിക്കൽ കെയർ, ഫുഡ്, ഡ്രസ്സ്, മറ്റാവശ്യങ്ങൾ എല്ലാം നോക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്നത് ആരാണ്? അമ്മയാണോ അതോ അമ്മാവന്മാരാണോ? അല്ല, അച്ഛനാണെന്ന് ബബിത പറയുന്നുണ്ട്. ആ അച്ഛനെ ഒളിച്ചും മറിച്ചും ചതിച്ചും ഈ വീട്ടിൽ എത്ര നാള് ജീവിക്കാൻ വേണ്ടി പറ്റും? അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അച്ഛ എന്ന് ബബിത പറയുമ്പോ ചെയ്തല്ലോ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്താ ചെയ്തത്? അലീനയെ ഇവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോ അച്ഛൻ മുകളിലുണ്ടല്ലോ. ഞാൻ ചെലവിന് തന്ന് ഞാൻ വളർത്തുന്ന മക്കൾക്ക് എന്നോട് കൂറും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? പുറത്തുനിന്ന് ആക്രമകാരികൾ വന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരാളെ വലിച്ചെറിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ, അതും ഒരു പെൺകുട്ടിയെ 2 പുരുഷന്മാർ ചേർന്ന് ആക്രമിക്കുമ്പോ, അപ്പോഴേക്ക് ശബ്ദം കേട്ട് അലീന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടേ. നിങ്ങൾ എതിർക്കണമായിരുന്നു അല്ലേ? അലീന പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് കാണുമ്പോഴേക്കും അരികിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് പറയാണ്, അലീന ഇനി ഇവിടുത്തെ ഹോം നഴ്സ് അല്ല, സെർവന്റ് അല്ല, അനാഥയുമല്ല, ബാലചന്ദ്ര മേനോന്റെ മകളാണ്. ബാലചന്ദ്രന്റെ ഈ സംഭാഷണത്തിലൂടെ തന്നെ വൈജയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കൃഷ്ണമോളും കൂടി പറയുന്നുണ്ട്, അമ്മ അലീന ചേച്ചിയെ സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരുന്ന മാത്രം മതിയെന്ന്. അത് കഴിഞ്ഞ് വൈജിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് കരഞ്ഞു പറയുന്നുണ്ട്, അന്ന്
ഞാൻ അമ്മയോടും ആങ്ങളമാരോടും എല്ലാവരോടും പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന്. നിങ്ങൾ ആരും കേട്ടില്ല. നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. എന്തായാലും വൈജയന്തി തോറ്റു കൊടുക്കാൻ വേണ്ടി ഭാവമില്ല എന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നതും കൂടിയാണ് പ്രൊമോനകത്ത് കാണിക്കുന്നത്.